നമസ്കാരം, കൃഷി അറിവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഒരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എന്താ ഫുഡാണ് മീനുകൾക്ക് കൊടുക്കുന്നത്, പിന്നെ മീനുകളുടെ തീറ്റ എങ്ങനെ ലാഭിക്കാൻ പറ്റും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. വീഡിയോ അവസാനം വരെ കാണുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാനിവിടെ കരിമീനുകൾക്ക് കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെമ്മീൻ ഫുഡാണ്. കുറച്ചും കൂടി ക്വാളിറ്റി കൂടിയ ഫുഡാണ്. നമുക്ക് അക്വേറിയം ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടും. ചെമ്മീൻ ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് വാങ്ങാൻ കിട്ടും. കുറച്ചും കൂടി ചെറിയ സൈസിലുള്ള ഫുഡാണ്. ഇതൊരു 1.2 mm ആ ഒരു സൈസിലുള്ള ഫുഡാണ്. അപ്പോൾ നമുക്ക് കരിമീനുകൾക്കാണെങ്കിൽ കുറച്ചും കൂടി പ്രോട്ടീൻ കൂടുതലുള്ള ഫുഡ് കൊടുക്കുന്നതാണ് നല്ലത് ചെറുതുണ്ടാകുമ്പോൾ. പിന്നെ അതിന് ശേഷം നമുക്ക് ഗ്രോവലിൻ്റെ ഫുഡ് ഉപയോഗിക്കാൻ പറ്റും. ഗ്രോവൽ എന്ന് പറഞ്ഞൊരു നല്ല കമ്പനിയാണ്, നല്ല ഫുഡാണ് ഗ്രോവലിൻ്റെത്. അപ്പോൾ അതുപോലത്തെ ഗ്രോവലിൻ്റെ ഫുഡ് ഉപയോഗിക്കാം. പിന്നെ ഇത് കുറച്ചും കൂടി പ്രോട്ടീൻ കണ്ടൻറ്റ് കൂടുതലുള്ള ഫുഡാണ്. ഒരു 45% വരെ പ്രോട്ടീൻ കണ്ടൻറ്റ് അടങ്ങിയിട്ടുള്ള ഫുഡ് കൂടിയാണ്. പിന്നെ അതുകൂടാതെ നമുക്ക് സോള കൊടുക്കാം. അതുപോലത്തെ തീറ്റയൊക്കെ നമുക്ക് കൈത്തീറ്റയായിട്ട് കൊടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഞാൻ തിലാപ്പിയക്ക് കൊടുക്കുന്നത് പപ്പായയുടെ ഇല കൊടുക്കുന്നുണ്ട്. അതേപോലെ തണ്ടോട് കൂടി പൊളിച്ച് നമുക്ക് പോണ്ടിലിട്ട് കൊടുക്കാൻ പറ്റും. നന്നായി കഴിക്കുന്നുണ്ട് അത്. പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയുടെ ഇല മീനുകൾക്ക് നല്ലൊരു ഫുഡ് കൂടിയാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ചേമ്പിൻ്റെ ഇല കൊടുക്കാം, ചേനയുടെ ഇല കൊടുക്കാം, പിന്നെ കപ്പൻ്റെ ഇല കൊടുക്കാം. പിന്നെ ഞാൻ കൊടുക്കുന്ന വേറെ ഒരു ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോവലിൻ്റെ ഫുഡാണ്. തിലാപ്പിയക്കൊക്കെ കൊടുക്കുന്ന ഗ്രോവലിൻ്റെ ഇപ്പോൾ 4 mm ഫുഡാണ്. കുറച്ചും കൂടി വളർച്ച എത്തിയതിന് ശേഷം ഒരു 400 ഗ്രാമൊക്കെ വളർച്ച എത്തിയതിന് ശേഷം നമുക്ക് ഗ്രോവലിൻ്റെ 4 mm ഫുഡ് കൊടുക്കാൻ പറ്റും. പിന്നെ അസോള കൊടുക്കുക. അസോള നന്നായിട്ട് മത്സ്യങ്ങൾ കഴിക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് തീറ്റ ചെലവ് കുറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കൈത്തീറ്റയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കടലപ്പിണ്ണാക്ക്, ഗോതമ്പ് തവിട്, ചോളത്തവിട്, ഇതൊക്കെ ഒരു 150 ഗ്രാം വീതം എടുത്ത് അതിൻ്റെ ഒന്നിച്ച് തന്നെ ഒരു 100 ഗ്രാം ചെമ്മീൻ, പിന്നെ ഒരു 100 ഗ്രാം നമ്മളെ മുരിങ്ങയില ഉണ്ടല്ലോ, മുരിങ്ങയിലയും അസോളയൊക്കെ ചേർക്കുകയാണെങ്കിൽ നന്നായി ഉണക്കി പൊടിച്ചതിന് ശേഷം ഒന്നിച്ച് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നിച്ച് അരച്ചതിന് ശേഷം ശരിക്കും അരച്ചെടുക്കുക. നല്ല നൈസായിട്ട് അരച്ചെടുത്തതിന് ശേഷം വെയിലത്തിട്ട് ഉണക്കി അത് നമുക്ക് ഒരു പാത്രത്തിലായിട്ട് സൂക്ഷിച്ച് നമുക്ക് മീനുകൾക്ക് കൊടുക്കാൻ പറ്റുന്നതാണ്. പക്ഷേ മീനുകൾക്ക് ഇങ്ങനെ കൈത്തീറ്റയായിട്ട് കൊടുക്കുമ്പോൾ ഒരു ട്രേയോ മറ്റോ എടുത്ത് അതിൽ തീറ്റ ഇട്ടിട്ടാണ് നമ്മൾ പോണ്ടിലേക്ക് കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ പോണ്ടിലൊക്കെ തീറ്റ വേസ്റ്റായിട്ട് നിലത്തൊക്കെ വീണ് മീനുകൾ കഴിക്കാത്ത അവസ്ഥ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അമോണിയ കൂടി നമുക്ക് പ്രശ്നമുണ്ടാവും. പിന്നെ അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. പിന്നെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മീനുകളുടെ ഫുഡ് സൂക്ഷിച്ച് വെക്കുമ്പോൾ നല്ലൊരു കണ്ടെയ്നറിൽ നല്ല എയർ ടൈറ്റായിട്ട് നിൽക്കുന്ന രീതിയിൽ നമുക്ക് സൂക്ഷിച്ച് വെക്കുക. അല്ലെങ്കിൽ തീറ്റ പെട്ടെന്ന് ചീത്തയായി പോകാനുള്ള ചാൻസൊക്കെ കൂടുതലാണ്. അപ്പോൾ പിന്നെ നമുക്ക് ഇതുപോലുള്ള തീറ്റകളിൽ കൊടുക്കുന്നത് വഴി നമുക്ക് ഒരു നേരത്തെ ഫുഡ് നമുക്ക് ഒഴിവാക്കാൻ വേണ്ടി പറ്റും. ഒരു 50% അല്ലെങ്കിൽ 40% ഫുഡ് നമുക്ക് ഇതേപോലെ ലാഭിക്കാൻ വേണ്ടി പറ്റും. നമുക്ക് ഇപ്പോൾ ഗ്രോവലിൻ്റെ ഫുഡൊക്കെ ആണെങ്കിൽ കിലോയ്ക്ക് 45 രൂപ വില വരുന്നുണ്ട് ഒരു 4 mm ഫുഡാണെങ്കിൽ. അതുപോലെ തന്നെ 4 mm താഴെയുള്ള ഫുഡാണെങ്കിൽ 65-70 രൂപ വരെയൊക്കെ ചിലവ് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് ഫുഡ് നല്ല രീതിയിൽ ലാഭിക്കാൻ വേണ്ടി പറ്റും. ഇത് ഞാൻ അക്വാപോണിക്സിൽ ചെയ്തിട്ടുള്ള പച്ചക്കറികളാണ്. നല്ല വിളവ് കിട്ടുന്നുണ്ട്. വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇതും പച്ചക്കറികളും നമുക്ക് അക്വാപോണിക്സിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഇപ്പോൾ ഇതെൻ്റെ പോണ്ടിൽ കുറച്ചും വെയിൽ കുറവായത് കാരണം കുറച്ചും കൂടി വിളവ് കുറച്ച് കുറവാണ്. നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ ഇതുപോലെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോസുമായി വീണ്ടും വരുന്നു. ബൈ.